സർ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് ഊമക്കത്ത് വിവാദം കൂടി വളരെ ചൂട് പിടിച്ച ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഈ കേസിന്റെ വിധി വരുമ്പോൾ ഇത്തരത്തിലൊരു ഊമക്കത്ത് നടപ്പാക്കിയിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ അത് ശരിയാണോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പ്രോസിക്യൂട്ടർമാർ രണ്ടുപേര് രാജിവെച്ചു പോയ ഒരു കാര്യം, പിൻവാങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് വളരെയധികം ഇത്തരത്തിൽ എന്താ പറയാ, സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ഘടകം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ക്രിമിനൽ കേസുകൾ നടത്തുന്ന സമയത്ത് സാധാരണ നിലയ്ക്ക് കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും പുറത്തു വരുന്ന വാർത്തകളുമായി എപ്പോഴും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പോകണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതിനെക്കുറിച്ച് അങ്ങ് ചോദിച്ചു. പ്രോസിക്യൂട്ടർമാർ എപ്പോഴാണ് രാജിവെക്കുക? കോടതിയുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായതുകൊണ്ട് ഒരു പ്രോസിക്യൂട്ടർക്ക് രാജിവെക്കാൻ കഴിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പ്രോസിക്യൂട്ടർ രണ്ട് സാഹചര്യത്തിലാണ് രാജിവെക്കുക. ഒന്നുകിൽ പ്രോസിക്യൂഷൻ നടത്തിപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാകണം, അപ്പോൾ പ്രോസിക്യൂട്ടർ രാജിവെക്കും. രണ്ട്, ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാകണം, അപ്പോഴും പ്രോസിക്യൂട്ടർ രാജിവെക്കും. കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിക്രമത്തിൽ ഞാൻ പറഞ്ഞത് നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം എന്നാവശ്യപ്പെട്ടു, അത് നടന്നില്ല, അത് കോടതി അംഗീകരിച്ചില്ല, അതുകൊണ്ട് പ്രോസിക്യൂട്ടറായി ഞാൻ രാജിവെക്കുന്നു. കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. എനിക്കറിയില്ല അങ്ങനെ നടക്കുമോ എന്നുള്ളത്. പിന്നെ ഒരു അഭിഭാഷകൻ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനിനി ഈ ജഡ്ജിയുടെ മുമ്പിൽ കേസ് നടത്തില്ല, ഈ കോടതിയിൽ ഞാൻ കേസ് വാദിക്കില്ല, സാക്ഷികളെ ഞാൻ വിസ്തരിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷേ അതിനൊക്കെ ഈ കോടതി നടപടികളുടെ ഇടയിൽ വരുമ്പോൾ ഒരു പ്രസക്തിയും അതിനില്ല. അപ്പോൾ ശരിക്കും ഈ കേസിൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയതിന് പിന്നിൽ എന്തായിരിക്കും? അത് അവരോട് ചോദിക്കണം, അവരാണത് തീരുമാനിക്കേണ്ടത്. എന്തിനാണ് അവർ രാജിവെച്ചത് എന്ന് അവർ പറയണ്ടേ? അതിൽ നമ്മൾ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ ഊഹം പറയുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് പ്രോസിക്യൂട്ടർമാർ രാജിവെക്കേണ്ടി വന്നത് സാക്ഷി വിസ്താരത്തിൽ കൃത്യമായ പരിഗണന ലഭിക്കാതുണ്ട്. കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷനും പ്രതിയുടെ അഭിഭാഷകനും ഒരേ പരിഗണനയാണ്, പ്രത്യേക പരിഗണനയില്ല. ഇപ്പോൾ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന വേളയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി വരുന്ന അഭിഭാഷകൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന തർക്കങ്ങളും ഒക്കെ കോടതി ആ അർത്ഥത്തിലാണ് എടുക്കുക. പ്രതിഭാഗം അഭിഭാഷകർ ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ്റെ എതിർവാദവും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകനാണെങ്കിലും, അതായത് പ്രോസിക്യൂഷന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിലും പ്രതിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിലും ഒരു വ്യത്യാസവും കോടതിയെ സംബന്ധിച്ചില്ല. അപ്പോൾ പ്രതിയുടെ അഭിഭാഷകൻ കേസ് വക്കാലത്തൊഴിഞ്ഞു പോകാറില്ലേ? അത്ര തന്നെയുള്ളൂ. ഞാൻ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ സർക്കാരിന് വേണ്ടിയോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ടിയോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന് വേണ്ടിയോ ഇനി കോടതിയിൽ ഹാജരാവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ കോടതിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അതിനുള്ള ബന്ധം അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മറ്റൊന്ന്, ഊമക്കത്ത്. ഈ നല്ല തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ ഒരു സ്വാധീനം ചെലുത്താം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അവർ ധരിച്ചിരിക്കുന്നത് ഒരു കത്തയച്ചാൽ ജുഡീഷ്യൽ സംവിധാനം, ജഡ്ജിമാർ, വിധി എഴുതുന്ന ആളുകൾ, കേസ് നടത്തുന്ന വക്കീലന്മാർ ഇവരൊക്കെ ഭയന്ന് ഇതിൽ നിന്നങ്ങ് പിന്മാറി ഇനി ഞങ്ങൾ ആരോപണ വിധേയരായി മാറി, അല്ലെങ്കിൽ ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളല്ല എന്ന് സ്വയം ധരിക്കും എന്നുള്ളതാണ്. ഞാൻ അങ്ങയുടെ അറിവിലേക്കൊരു, എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. കോടതികളിൽ പലപ്പോഴും നിരവധി ഊമക്കത്തുകൾ വരും, പരാതികൾ വരും. അത് ഏത് സ്ഥാപനത്തിലേക്കും വരും. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിലേക്കാണെങ്കിലും ഓഫീസുകളിലേക്കാണെങ്കിലും ഒക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള നിരവധി കത്തുകൾ വരും. ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടാകും. ഇവിടെ ഉണ്ടായിട്ടുള്ളത് 8-ാം തീയതി വരാൻ പോകുന്ന വിധിയെ സംബന്ധിച്ച് അതിന് മുൻപുള്ള തീയതിയിട്ട് ഒരു കത്തെഴുതി എന്നുള്ളതാണ്. അത് പോസ്റ്റ് ചെയ്തു, അത് കിട്ടി, കുറേ പേർക്ക് കിട്ടി എന്നൊക്കെയുള്ളതാണ് ആരോപണം. ഒരു കേസ് സസൂക്ഷ്മം അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, അഭിഭാഷകനാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു സാധാരണക്കാരനോ ഇത് വായിച്ചറിവുള്ള ഒരാൾക്കോ ഇനി ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കോ ആർക്ക് വേണമെങ്കിലും
ഈ തരത്തിൽ ഒരു കേസ് പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ആ കേസിൻ്റെ വിധി എന്താകും എന്ന് ഒരു മുൻകൂട്ടി ഊഹം കിട്ടും. കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ആ അഭിഭാഷകൻ്റെ കേസ് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ഒരു ഊഹം കിട്ടും. ഊഹം വെച്ച് നമുക്ക് സ്വയം ജഡ്ജ്മെൻ്റ് എഴുതാം. അത് വ്യക്തികൾ സ്വയം മനസ്സിൽ എഴുതുന്ന ജഡ്ജ്മെൻ്റാണ്. അത് നമുക്ക് പേപ്പറിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. ഇത് അങ്ങനത്തെ, അതാണ് ഊമക്കത്ത്. അത്രക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ എന്തിനാണ് ഊമക്കത്ത് എഴുതുന്നത്? പേര് വെച്ച് എഴുതാലോ. അപ്പോൾ പേര് വെച്ച് എഴുതാതിരിക്കുന്നതിൻ്റെ കാരണം ഇതിങ്ങനെയാകാം എന്നുള്ള കണക്കിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഊമക്കത്തുകൾ ഉണ്ടാവണം, അപ്പുറവും ഇപ്പുറവും എഴുതിയതുണ്ടാവണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു മുൻധാരണ കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. സമൂഹം കേൾക്കുമ്പോൾ, ഇത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹം കേൾക്കുമ്പോൾ അവർ ധരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജഡ്ജിയുടെ സ്റ്റാഫിനെ സംബന്ധിച്ച് അവരുടെ പേരറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ അത് വെച്ച് പേരുകൾ ചേർത്തുകൊണ്ട് ഒരു ഊമക്കത്ത് എഴുതുകയാണ്. അല്ലെങ്കിൽ ആ കോടതിയുടെ ചാർജുള്ള ജഡ്ജി, അതല്ലെങ്കിൽ ആ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ഇവരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് ഒരു കത്തെഴുതി പ്രസിദ്ധപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതിങ്ങനെയൊക്കെ നടക്കുന്നതാണ് എന്ന് ധരിക്കും. യഥാർത്ഥത്തിൽ കത്തിൽ പറയുന്നുണ്ടല്ലോ, ഷെവർലി എന്ന് പറയുന്ന അവരുടെ അറിയാവുന്ന ഒരാളെ വെച്ച് പകർപ്പ് ചെയ്യിപ്പിച്ചു, പിന്നീട് ശരത്ത് എന്ന് പറയുന്ന ആളെ കണ്ട് ഇത് കച്ചവടം ഉറപ്പിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ഇത്രയും വിവാദമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വിവാദമായതിൻ്റെ പിന്നിൽ ആ കത്ത് പ്രസിദ്ധപ്പെടുത്തിയ ആളുകളുടെ ദുരുദ്ദേശമാണ് ഇത് വിവാദമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പം ചില വിഷയങ്ങളിൽ അത് മാധ്യമത്തിൽ വന്ന് പൊതുസമൂഹത്തിൽ വന്ന് ചർച്ചയായി. ഇപ്പോൾ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതെ. അപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു ചെറിയ പ്രയോജനം ഇത് പുറത്താക്കുന്ന ആൾക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇത് പുറത്താക്കുന്നത്. ഇത് പുറത്താക്കുന്ന ആൾക്കും അറിയാം ഇതിലൊന്നുമില്ല എന്നുള്ളത്, യാഥാർത്ഥ്യമല്ല എന്നുള്ളത്, വസ്തുതാപരമല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഒരു അറ്റൻഷൻ കിട്ടുമോ? തൻ്റെ ഒരു തൻപ്രമാണിത്വത്തിനോ അല്ലെങ്കിൽ താൻ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയത്തിനോ ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇത് പുറത്താക്കി ചർച്ചയാക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടായത്? എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്? ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പുറത്താക്കി പൊതുസമൂഹത്തിൽ എത്തിച്ച് ചർച്ച ചെയ്ത് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ, അതായത് മജിസ്ട്രേറ്റ് കോടതികൾ മുതൽ താഴെ കോടതി, കീഴ്ക്കോടതികൾ മുതൽ ഉന്നതമായിട്ടുള്ള കോടതികൾ വരെയുള്ള സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക, അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുക, ജഡ്ജിമാരെല്ലാം ഇങ്ങനെയുള്ളവരാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കുക, കോടതികളിൽ ഇങ്ങനെയൊക്കെ നടക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കുക. ശുദ്ധ അസംബന്ധവും വിഡ്ഢിത്തവും എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. അല്ല സാർ, അതിലെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നതായതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ആ ഊമക്കത്ത് എഴുതിയത് ആരാണോ അയാൾ ഈ ഒരു പേരും ഇത്തരത്തിൽ കച്ചവടം ഉറപ്പിച്ചു എന്നൊക്കെ തറപ്പിച്ച് പറയുന്നത്. ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഒരു ചാനലിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഇത് ഓൺലൈൻ ചാനലിൽ നിങ്ങളുടെ ഭാഗമായി എത്രയോ സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്റ്റാഫിൻ്റെയൊക്കെ പേര് എനിക്കറിയാം. അപ്പം ഞാൻ ഇതിൽ പെട്ടിട്ടുള്ള രണ്ടാളുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു വിഷയം പറഞ്ഞാൽ ആ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നില്ലേ? ഉണ്ടാകും. ഉദാഹരണത്തിന് ജഡ്ജിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പേരെടുത്ത് പറയുന്നു. അവരോട് പറഞ്ഞിട്ടാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത്, അല്ലെങ്കിൽ അവർ വഴിയാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത്, അവരാണ് ആയിരിക്കും. ഇപ്പോൾ ഞാനും താങ്കളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതെടുക്കുന്നൊരു ക്യാമറമാൻ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ആളുടെ പേര് പറഞ്ഞാൽ ആളുണ്ടാവില്ലേ? അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടാവില്ലേ? ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ? അവിടെ ജഡ്ജിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ടാവില്ലേ? സ്റ്റെനോഗ്രാഫർ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ പേരെടുത്ത് പറയുകയോ അതിനെ കൂട്ടിയിണക്കിക്കൊണ്ട് വേറൊരാളുടെ പേര് പറയുകയോ ചെയ്താൽ അതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? അത് പൊതുസമൂഹം അറിയണ്ടേ? അപ്പം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമുഖ ചാനലുകളിൽ ഇരിക്കുന്ന വാർത്താവതാരകരും ചർച്ച ചെയ്യുന്നവരും ഉൾപ്പെടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ് വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്?
ഉം. ആ ചർച്ച ചെയ്യുന്നതോടുകൂടി സമൂഹത്തിൽ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുക. ഇത് പരസ്യപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ച്, പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിലേക്ക് ഇത് കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം എന്ത് വന്നാലും ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക്, ജുഡീഷ്യൽ സിസ്റ്റത്തിനെ തകർക്കുന്നതിനപ്പുറത്തേക്ക്, അതിൻ്റെ കെട്ടുറപ്പിനെ തകർക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഉദ്ദേശവുമില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്, ആ വെള്ളം കലങ്ങി കഴിയുമ്പോൾ അതിൽ പൊങ്ങി വരുന്ന മീനിനെ നമുക്ക് കിട്ടുമോ എന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. അത് തകർക്കുന്നത് വിശ്വാസ്യതയാണ്. ഒരു സമൂഹത്തിൽ ജുഡീഷ്യറിക്കുള്ള വിശ്വാസ്യതയാണ്. അത് ഒരു കാരണവശാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ജുഡീഷ്യൽ സംവിധാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ട്രാൻസ്പെറൻസി അത് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ വിശ്വാസ്യത അത് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതും സമൂഹത്തിലെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒരാൾ നിറവേറ്റിയില്ലെങ്കിൽ അവർ എവിടെയിരിക്കുന്ന ആളാണെങ്കിലും, ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും, ഏത് സ്ഥലത്തിരിക്കുന്ന ആളാണെങ്കിലും, ഏത് ചുമതലയിലിരിക്കുന്ന ആളാണെങ്കിലും, ഏത് പോസ്റ്റ് വഹിക്കുന്ന ആളാണെങ്കിലും അവരതിന് യോഗ്യരാണോ എന്നുള്ളത് അവർ സ്വയം ആലോചിക്കുകയും അവർ സ്വയം അതിൻ്റെ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുകയും ഒപ്പം അവരവിടെ ഇരിക്കേണ്ടവരാണോ എന്ന്, അവരതിന് യോഗ്യരാണോ എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ്. ഇവിടെ നടക്കുന്നത് ആ തരത്തിലുള്ള ഒരു കോർണറിംഗ് ആണ്. ഇതൊരു കോർണറിംഗ് ആണ്. അത് ഒരാളുണ്ടാവാം, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാകാം, ചിലപ്പോൾ ഒരു വിഭാഗം ഉണ്ടാകാം. അതിന് വശംവദരായ ആരെങ്കിലും പൊതുസമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.